ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ഓപ്പോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ A3X 4G എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6S 4G Gen 1 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ട് ഇല്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. 8 മെഗാ പിക്സലിലെ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 5G സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ 10,700 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ ഓപ്പോയുടെ 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഓപ്പോ A3X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഏകദേശം 4G വെർഷനിലേതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ MediaTek Dimensity 6300 എന്നുള്ള 5G പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കി സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. 10,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ K12X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. 32+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ K12X 5G കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ F25 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പം 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 27,750 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 11 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സെയിം ബാറ്ററി സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം 27,750 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 29,400 രൂപ പ്രൈസ് റേഞ്ചിൽ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഇതിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 4600 mAh ബാറ്ററി വരുന്നുള്ളൂ. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 29,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 39,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 10 Pro Plus കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+64+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 4200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 39,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് 36,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 13 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഫോണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പിന്നെ 50,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ Reno 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലും MediaTek Dimensity 8350 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5800 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് 61,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Find X8 എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം ഇതിലും 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 6.59 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. പിന്നെ ഇതിൽ MediaTek Dimensity 9400 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്.
പിന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 5630 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 61,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഓപ്പോ ഫൈൻഡ് X8 പ്രോയും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ സെയിം പ്രോസസ്സറാണ് വരുന്നത്. ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. പിന്നെ 5910 mAh ബാറ്ററിയാണ് വരുന്നത്. സെയിം ചാർജിങ് സ്പീഡ് തന്നെയാണ് വരുന്നത്. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്പോ ഫൈൻഡ് X8 സീരീസിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഈ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഇതല്ലാതെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണൊക്കെ ആയിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് 2 ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. 50,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഫൈൻഡ് N2 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 3.26 ഇഞ്ചിന്റെ ഒരു HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 4300 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 50,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഫൈൻഡ് N3 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സെയിം ബാറ്ററി സെറ്റപ്പും ആണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 50+32+48 മെഗാ പിക്സൽ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഓപ്പോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.